അഭിമന്യ പെരുന്തോട്ടം പിതാവേ, വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, അഭിമന്യ പൗത്തിൽ പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അഭിമന്യ പിതാവിനോട് പ്രാർത്ഥിച്ച് പിതാവിന് വേണ്ടിയും പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വിഷയം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഡോക്യുമെൻ്റാണ് ഡെസിഡെരിയോ ഡെസിഡെരാവി, ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം അഭിമന്യ പെരുന്തോട്ടം പിതാവ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിയായി ആഗ്രഹിച്ചു, പെസഹ നിങ്ങളോടൊപ്പം ഭക്ഷിക്കുവാൻ ആചരിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ ആരാധനാക്രമ പണ്ഡിതരായ നമ്മുടെ ലോനപ്പനച്ചനുണ്ട്, സിസ്റ്റർ പ്രസന്നയുണ്ട്, സിസ്റ്റർ സോഫി റോസുണ്ട്, അഭിമന്യ പെരുന്തോട്ടം പിതാവുണ്ട്. ഇങ്ങനെ വിഷയത്തിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും വന്നാൽ അവർ സഹായിക്കുന്നതായിരിക്കും. ഞാൻ അവതരിപ്പിക്കുക ഈ ഡോക്യുമെൻ്റ് ആസച്ചാണ്. കാരണം ഞാൻ ലിറ്റർജി പഠിച്ച ആളല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വരുമ്പോൾ ദേ വിൽ ഹെൽപ്പ് മീ. ഈ ഡോക്യുമെൻ്റ് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ്, ഇംഗ്ലീഷാണ്. നിങ്ങൾക്കത് കാണാം, പറയുന്നത് മലയാളത്തിലും കൂടിയായിരിക്കും. 2022 ജൂൺ മാസം 29 നമുക്ക് ലഭിച്ച ഒരു ഡോക്യുമെൻ്റാണ്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സഭയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ കോണ്ടെക്സ്റ്റ് തന്നെയാണോ എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് സംശയിക്കുന്നുണ്ട്. കാരണം 21 നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഒക്കെ വരുന്നത്. മാർപ്പാപ്പ ഇത് 22 അവസാനം നമുക്ക് വേണ്ടി നൽകിയതാണ്. അപ്പോൾ ആരാധനാക്രമ പരിശീലനത്തിൻ്റെ അനിവാര്യതയാണ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതാനും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സം പ്രിലിമിനറി കൺസിഡറേഷൻസ്, എയിംസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്, വൈ ലിറ്റർജി ഈസ് ഫണ്ടമെൻ്റൽ ഫോർ ദ ലൈഫ് ഓഫ് ദ ചർച്ച്, ലിറ്റർജി ഈസ് ഫോർ ദ ഫെയ്ത്ത്ഫുൾ എന്നുള്ളതാണ്. ആരാധനാക്രമം വിശ്വാസിക്കുള്ളതാണ്, അവിശ്വാസിക്കുള്ളതല്ല. ലിറ്റർജി ഓഫ് ദ വേർഡ് ആൻഡ് ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ്, philosophies that endanger the beauty of the liturgy, what liturgy is and what liturgy is not, some of the fundamental claims of the document, liturgy and liturgical formation, and knowing to be, why we need to move from knowing to being, the missionary imperative. ഇതിൻ്റെ രണ്ടാമതൊരു ഭാഗമുണ്ട്. രണ്ടാമതൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെയുള്ള, അതായത് ഇറ്റ് ഇസ് എ ട്രമൻഡസ് ആൻഡ് ഫാസിനേറ്റിംഗ് മിസ്റ്ററി എന്നുള്ളതാണ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ലോനപ്പനച്ചന് അവതരിപ്പിക്കുന്നതായിരിക്കും. സം പ്രിലിമിനറി കൺസിഡറേഷൻസ് ആണ്. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വെളിപാടിലാണ്. വെളിപാടിനുള്ള മറുപടിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം സ്വയം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഫെയ്ത്ത് ഈസ് എ റെസ്പോൺസ് ടു ദ സെൽഫ് റിവീലിംഗ് ഗോഡ്. സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തിന് ജനം കൊടുത്ത മറുപടിയാണ് വിശ്വാസം. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ നിങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഈ ആഹ്വാനത്തിനാണ് ജനം ആമേൻ പറഞ്ഞത്. അത് വിശ്വാസമാണ്. നീ പറഞ്ഞതെല്ലാം, മോശയിലൂടെ കർത്താവ് നൽകിയതെല്ലാം ഞങ്ങൾ അനുസരിക്കും. വഴിതെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ അനുസരിക്കുമെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദെയർ റെസ്പോൺസ്. അപ്പോൾ ഫെയ്ത്ത് ഈസ് എ റെസ്പോൺസ് ടു ദ സെൽഫ് റിവീലിംഗ് ആൻഡ് സെൽഫ് റെവലേഷൻ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. പിന്നെ ലിറ്റർജിയെക്കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുന്നത് അത് വി വിൽ സീ ലേറ്റർ. റെവലേഷൻ ആൻഡ് ഫെയ്ത്ത് ലീഡ്സ് ടു വർഷിപ്പ് എന്നുള്ളതാണ്. വെളിപാട്, വിശ്വാസം ആരാധനയിലേക്കാണ് നയിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ടോണി എച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, പഴയ നിയമ ജനതയെ എന്തിനു വേണ്ടിയാണ് ദൈവം ഫറവോയുടെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്
ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ. നീ അവനോട് പോയി പറയേണ്ടത് ഇതാണ്, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് പോകണം എന്നുള്ളതാണ്. സോ revelation and faith leads to worship or liturgy. It is true of both Old Testament and New Testament. Exodus of the Israel was in view of worship. We want to go to adore our God and our Lord. So അതാണ് അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ. സോ എമ്മാവൂസ് എക്സ്പീരിയൻസ് വർഷിപ്പാണ്. ഫസ്റ്റ് ക്രിസ്ത്യൻസ് they devoted themselves to the teachings of the apostles, fellowship, breaking of the bread and prayer. In the faith proclamation of Saint Peter and Saint Thomas, we see an adoring and worshipping heart. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും നീ തന്നെയാണ്. അപ്പോൾ both Saint Paul and Saint Peter and Saint Thomas proclaimed, and this a worshipping attitude, അല്ലെ, അവരുടെ ആരാധനയുടെ പ്രഖ്യാപനമായിരുന്നു വിശ്വാസ പ്രഖ്യാപനവും. Then finally worship leads to discipleship. ആരാധന എപ്പോഴും വിശ്വാസിക്കുള്ളതാണെന്ന് പറഞ്ഞു, അത് മാർപ്പാപ്പ ഹൈലൈറ്റ് ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് ഇത് ശിഷ്യത്വത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. പ്രേക്ഷിതരായ ശിഷ്യരാണ് നമ്മളെല്ലാവരും എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. നമ്മളെല്ലാവരും ശിഷ്യർ മാത്രമല്ല, വി ആർ ഓൾ മിഷനറി ഡിസൈപ്പിൾസ് എന്നാണ് മാർപ്പാപ്പ പറയുന്നതും. വി വിൽ കം അറ്റ് ദി എൻഡ് ടു ദാറ്റ് പോയിന്റ്. സോ ദിസ് ഈസ് ദ ടാസ്ക് എൻട്രസ്റ്റഡ് ടു എവരി വർഷിപ്പർ. ദ കമാൻഡ് ഈസ് ക്ലിയർ. ഗോ എന്ന് എഴുതിയിരിക്കുന്നത്. Go and preach to the whole world. What you have seen and what you have experienced, do this in memory of me. അപ്പോൾ വെളിപാട് വിശ്വാസത്തിലേക്കും, വിശ്വാസം ആരാധനയിലേക്കും, ആരാധന ശിഷ്യത്വത്തിലേക്കും പ്രേക്ഷിതത്വത്തിലേക്കും നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. സോ എയിംസ് ഓഫ് ദ ഡോക്യുമെൻ്റ് പാപ്പായുടെ വാക്കുകളാണ്. I write to share with you some reflections on the liturgy, a dimension ഫണ്ടമെൻ്റൽ. നമ്മുടെ ആദ്യ പേപ്പറും പിതാവിൻ്റെ പ്രസംഗവും നമ്മുടെ ബോധ്യവും നമ്മുടെ പ്രബോധനങ്ങളും ക്ലാസ്സുകളും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആരാധനാക്രമം അടിസ്ഥാനപരമാണ്. ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ. അത് മാർപ്പാപ്പ പറയുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. രണ്ടാമത് മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുന്നുണ്ട് അവിടെ. ഐ സിംപ്ലി ഡിസയർ ടു ഓഫർ സം പ്രോംസ് ഓർ ക്യൂസ് ഫോർ റിഫ്ലക്ഷൻസ് ദാറ്റ് എയ്ഡ് ഇൻ ദ കണ്ടംപ്ലേഷൻ ഓഫ് ദ ബ്യൂട്ടി and truth of Christian celebration or liturgy. ഇനി ഫൈനലി 16-ൽ മാർപ്പാപ്പ വേറൊരു കാര്യം കൂടെ പറയുകയാണ്, ഇതിൻ്റെ ഗോൾ പറയുകയാണ്. വിത്ത് ദിസ് ലെറ്റർ ഐ സിംപ്ലി വാണ്ട് ടു ഇൻവൈറ്റ് ദ ഹോൾ ചർച്ച് ടു റീഡിസ്കവർ ടു സേഫ് ഗാർഡ് ആൻഡ് ടു ലീവ് ദ ട്രൂത്ത് ആൻഡ് പവർ ഓഫ് ദ ക്രിസ്ത്യൻ സെലിബ്രേഷൻ. ഇതാണ് ഇതിൻ്റെ ഗോളായിട്ട് മാർപ്പാപ്പയുടെ വാക്കുകളിൽ. പിന്നെ 65 പാരഗ്രാഫുകളാണ് ആദ്യം ഉള്ളത്. അല്ല, മൊത്തം ഡോക്യുമെൻ്റ്, ചെറിയൊരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ. 62-ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ വീണ്ടും ഇതിൻ്റെ ലക്ഷ്യം ആവർത്തിക്കുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ദിസ് ലെറ്റർ ടു ഹെൽപ്പ് അസ് ടു റീകിൻഡിൽ അവർ വണ്ടർ ഫോർ ദ ബ്യൂട്ടി ഓഫ് ദ ട്രൂത്ത് ഓഫ് ക്രിസ്ത്യൻ സെലിബ്രേഷൻ, ടു റിമൈൻഡ് us of the necessity of an authentic liturgical formation and to recognize the importance of an art of celebrating that is at the service of the truth of the Paschal mystery. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു പോകാനേ പറ്റുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉള്ളതുകൊണ്ട് യു ഹാവ് ടു റീഡ് പേഴ്സണലി. എയിം ഓഫ് ദ ഡോക്യുമെൻറ്റ് 62-ൽ അത് പറഞ്ഞു. 63-ൽ ഫൈനലി പറഞ്ഞു തീർക്കുകയാണ് മാർപ്പാപ്പ. ഐ ഇൻവൈറ്റ് യു ടു റീഡിസ്കവർ ദ മീനിങ് ഓഫ് ലിറ്റർജിക്കൽ ഇയർ ആൻഡ് ദ ലോർഡ്സ് ഡേ ഓൺ സൺഡേ. ദെൻ ദ സൺഡേ സെലിബ്രേഷൻ offers to the Christian community the possibility of being formed by the Eucharist. 65-ആണ്. 65-ഓടുകൂടി തീരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യമായിട്ട് മാർപ്പാപ്പ പറയുന്നത്. മാർപ്പാപ്പ പറഞ്ഞു liturgy is fundamental. So we ask the question, why liturgy is fundamental? Why liturgy is fundamental for the life of the church? Liturgy, on the 2ാമത്തെ പാരഗ്രാഫിൽ തന്നെ മാർപ്പാപ്പ പറയും, it is the today of salvific history. രക്ഷാകര ചരിത്രത്തിൻ്റെ ഇന്നാണ് ആരാധനാക്രമം എന്ന് പറയുന്നത്. കാരണം ആരാധനാക്രമത്തിൽ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് എന്താണ്? ഈ രക്ഷാകര ചരിത്രം തന്നെയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ്.
So that is why Holy Father says it is the today of salvific history. Love of God manifested in liturgy. നമുക്ക് വിട്ടുപോവുകയാണ്. And cross as the revelation of the perfect love of God. Why it is, we will see. Liturgy, the primary and indispensable source from which the faithful are to derive the true Christian spirit. വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെൻ്റ് സാക്രസാന്തം കൊൺസീലിയം കോട്ട് ചെയ്തുകൊണ്ട് ടോണി അച്ഛന് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. വൈ ലിറ്റർജി ഈസ് ഫണ്ടമെൻ്റൽ ലേഖൻ പോളാറാമൻ മാർപ്പാപ്പായുടെ, വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പായുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലെ രണ്ടാം സെഷനിൽ മാർപ്പാപ്പ ഈ പറഞ്ഞ സാക്രോസാന്തം കൊൺസീലിയം പ്രൊമുൾഗേറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പ കോട്ട് ചെയ്യുകയാണ്. ദ ലിറ്റർജി ഈസ് ദ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഡിവൈൻ കമ്മ്യൂണിയൻ ഇൻ വിച്ച് ഗോഡ് ഷെയർസ് ഹിസ് ഓൺ ലൈഫ് വിത്ത് അസ്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫസ്റ്റ് സ്കൂൾ ഓഫ് സ്പിരിച്വൽ ലൈഫ്. ആത്മീയ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയമാണ് ആരാധനാക്രമം എന്ന് തന്നെയാണ് മാർപ്പാപ്പ പോളാറാമൻ മാർപ്പാപ്പയെ കോട്ട് ചെയ്തുകൊണ്ട് പറയുക. ദ ലിറ്റർജി ഈസ് ദ ഫസ്റ്റ് ഗിഫ്റ്റ് വി മസ്റ്റ് മേക്ക് ടു ദ ക്രിസ്ത്യൻ പീപ്പിൾ യുണൈറ്റഡ് ടു us ബൈ ഫെയ്ത്ത് ആൻഡ് ദ ഫെർവർ ഓഫ് ദെയർ പ്രേയേഴ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ, പോളാറാമൻ മാർപ്പാപ്പയുടെ ഒരു ഉദ്ധരണിയാണ്. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നമ്മുടെ ആരാധനാക്രമ ഡോക്യുമെൻ്റ് നമ്മുടെ സാക്രോസാന്തം കൊൺസീലിയം പ്രൊമുൾഗേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇത്. ദെൻ liturgy has an intrinsic dignity, something that belongs to the very nature എന്നുള്ളതാണ്. വാട്ട് ഈസ് ഇൻട്രിൻസിക്? ഇൻബിൽറ്റ് എന്നൊക്കെ നമ്മൾ വേറെ രീതിയിൽ പറയുന്നതാണ്. അപ്പം ആരാധനാക്രമത്തിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് പോകും, അല്ലെങ്കിൽ ആരാധനാക്രമത്തിൻ്റെ സ്വഭാവത്താൽ തന്നെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. വൈ ഇറ്റ് ഈസ്? 1. God must hold first place in human life and prayer to God is the first duty. Liturgy is the first source of divine human communion. Liturgy is the first school of spiritual life. Liturgy is the first gift of the Mother Church that is offered to the faithful. വിശ്വാസിക്ക് അർഹതപ്പെട്ടതാണ് ആരാധനാക്രമം. അതും നമ്മൾ വേറെ രീതിയിൽ കൂടി പറഞ്ഞാലോ, സഭ പറയുന്ന രീതിയിൽ ആരാധന അർപ്പിക്കുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനുമുള്ള അവകാശം വിശ്വാസിയുടേതാണ്. അത് നൽകിയിരിക്കുന്നതാണ്. ലിറ്റർജി ഈസ് ദ ഫസ്റ്റ് ഗിഫ്റ്റ് ദ മദർ ചർച്ച് ഓഫേഴ്സ് ടു ദ ഫെയ്ത്ത്ഫുൾ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ആൻഡ് ത്രൂ ലിറ്റർജി ദാറ്റ് ദ ചർച്ച് ഇൻവൈറ്റ്സ് ദ ഫെയ്ത്ത്ഫുൾ ടു എക്സ്പീരിയൻസ് ദ ട്രമെൻഡസ് ആൻഡ് ഫാസിനേറ്റിംഗ് മിസ്റ്ററി, നെയ്മലി ഗോഡ്. അത് ലോനപ്പരച്ചൻ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. ആൻഡ് ഫൈനലി, ബൈ നേച്ചർ ലിറ്റർജി ഈസ് എ ട്രിനിറ്റേറിയൻ ആക്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരുടെ ഒരു പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ആരാധന. അതിൽ നമ്മൾ പങ്കുകാരാവുക മാത്രമാണ്, നമ്മുടെ പ്രവൃത്തിയല്ല. സോ വി ഷുഡ് ബി വെരി ക്ലിയർ വിത്ത് റിഗാർഡ് ടു ഇറ്റ് ഈസ് എ ട്രിനിറ്റേറിയൻ ആക്ട് ആൻഡ് ഇൻ ഇഫാക്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. അതുകൊണ്ടാണ് ലിറ്റർജി ഇറ്റ്സെൽഫ് ഈസ് ഫോർമേറ്റീവ്. അപ്പോൾ ഇന്ന് പെരുന്തോട്ടം പിതാവും തൻ്റെ പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. ലിറ്റർജി ഈസ് ഫോർമേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ആൻഡ് റീജനറേറ്റീവ് ആണ്. അതെല്ലാം ഡോക്യുമെൻ്റിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ശ്ലൈഹിക പ്രബോധനത്തിലുള്ള ഒരു കൊട്ടേഷനാണ്. വൈ ലിറ്റർജി ഈസ് ഫണ്ടമെൻ്റൽ എന്നുള്ള പോയിന്റ് ക്ലാരിഫൈ ചെയ്യുകയാണ് നമ്മൾ. ദ യൂക്കരിസ്റ്റ് ബിൽഡ്സ് ദ ചർച്ച് ആൻഡ് ദ ചർച്ച് മേക്സ് ദ യൂക്കരിസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മാർപ്പാപ്പ ഈ എക്ലേസിയത്തെ യൂക്രിസ്തിയയിൽ 26-ാം പാരഗ്രാഫിൽ പറയുന്നതുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രിൻസിക് ഡിഗ്നിറ്റിയും വൈ ഇറ്റ് ഈസ് ഫണ്ടമെൻ്റലും എന്നൊക്കെ പറയുവാൻ നമുക്ക് അത് സഹായകരമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡോക്യുമെൻറ്റിന് പുറത്തുനിന്ന് ഏതാനും ചില റെഫറൻസുകൾ മാത്രം എടുത്തിട്ടുള്ളത്. ലിറ്റർജി ഈസ് ആൻ ഇൻ്റർപ്ലേ ഓഫ് ഗിഫ്റ്റ്, മിസ്റ്ററി ആൻഡ് ഡിവൈൻ മേഴ്സി. അതെന്തുകൊണ്ടാണ്? there is an interplay of gift, mystery and divine mercy. കാരണം മാർപ്പാപ്പ തന്നെ പറയുകയാണ്, അത് നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. പക്ഷേ ഈ ഗിഫ്റ്റ് നൽകപ്പെടുന്നതാണ്.
നൽകപ്പെടുന്നതായതുകൊണ്ട് സ്വീകർത്താക്കൾ വേണം. അതുകൊണ്ടാണ് മാർപ്പാപ്പ തന്നെ പറയുക, ഓൾ ആർ ഇൻവൈറ്റഡ്. ഈ സ്ലീഹന്മാർ, പത്രോസും മറ്റ് സ്ലീഹന്മാരും അവർ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടതാണ്. നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യു ആർ ഇൻവൈറ്റഡ് ഫോർ ദാറ്റ്. അപ്പോൾ ഈ ഇൻ്റർപ്ലേ, എന്തുകൊണ്ടാണ് ഇൻ്റർപ്ലേ? റെവലേഷൻ, മിസ്റ്ററി ആൻഡ് ഗിഫ്റ്റ്, മിസ്റ്ററി ആൻഡ് ഡിവൈൻ മേഴ്സി. ഇതിന് യോഗ്യത നമുക്കാർക്കുമില്ല. നമുക്ക് ഈ യോഗ്യത നൽകപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ മിസ്റ്ററിയിൽ പങ്കുകാരാകാനായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ്. ഗിഫ്റ്റ്, മിസ്റ്ററി. പിന്നെ എന്താണ് നമ്മളെ ഇതിന് യോഗ്യരാക്കുന്നത്? ഇറ്റ് ഈസ് ദ ഡിവൈൻ മേഴ്സി. അപ്പോൾ ഈ ഇതിൻ്റെ കൊട്ടേഷൻ തന്നെ നോക്കുക. ദർ ഈസ് എ ഡിസ്പ്രപ്പോർഷൻ ബിറ്റ്വീൻ ഗിഫ്റ്റ് ആൻഡ് ദ റിസീവർ because of the immensity of the gift. Then what happened? And the finiteness of the receiver. നമ്മുടെ fallenness, നമ്മുടെ ഫ്രജിലിറ്റി. പക്ഷേ അതിന് നമ്മളങ്ങനെയുള്ള നേച്ചറുള്ളവരാണ്. പക്ഷേ ഇതിന് നമ്മളെ യോഗ്യരാക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. അതാണ് ആ ഇൻ്റർപ്ലേ നമ്മൾ പറയുക, ഗിഫ്റ്റ്, മിസ്റ്ററി ആൻഡ് ഡിവൈൻ മേഴ്സി എന്നുള്ളത്. നോ വൺ ഡിസേർവ്ഡ് ഇറ്റ്, but the invitation is given through the mercy of God എന്നുള്ളതാണ്. Sacrifice on the cross becomes the act of perfect worship. അതാണ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം. കാരണം രണ്ട് കാര്യങ്ങളാണ്. പരിപൂർണമായിട്ടുള്ള അനുസരണം അവിടെയുണ്ട്. രണ്ടാമത്തത് എന്താണ്? ഈ വിധേയത്വമുണ്ട്. അതോടൊപ്പം തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ആ വാക്കുകൾ നോക്കുക. ജീസസ് വേർഡ്സ്, ബോഡി ഓഫേർഡ് ആൻഡ് ബ്ലഡ് പോർഡ് ഔട്ട് ഈസ് ഫുൾഫിൽഡ് ഓൺ ദ ക്രോസ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുക, അവിടെ ബലിയും അല്ലെങ്കിൽ കുഞ്ഞാടും ബലിയർപ്പകനും എല്ലാം ഒരാൾ തന്നെയാണ്. അതാണ് ഇത് ആവർത്തിക്കപ്പെടാത്ത ബലിയാണ് കർത്താവിൻ്റെ ബലി. ഇറ്റ് cannot be repeated and it is why it is unique because there ബലിയർപ്പകനും ബലിവസ്തുവും ഒന്ന് തന്നെ എന്നുള്ളതാണ്. ലിറ്റർജി ഈസ് ദ മെമ്മോറിയൽ ഓഫ് ദിസ് സാക്രിഫൈസ് വിച്ച് cannot be repeated. ദെൻ ഇത് നമുക്ക് നമ്മുടെ അറിവിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ബിക്കംസ് എ മെമ്മോറിയൽ ഓഫ് ദിസ് സാക്രിഫൈസ്. അത് നമ്മൾ വേറൊരു അവസരത്തിൽ ഞാനത് വിശദീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് വിട്ടുപോവുകയാണ്. ഇവിടെ മാർപ്പാപ്പ പറയുന്ന മറ്റൊരു കാര്യവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. ആരാധനാക്രമമാണ് ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള പ്രഥമ വേദി. ഇന്ന് ദൈവത്തെ എനിക്ക് അനുഭവിക്കുവാനുള്ള പ്രഥമ വേദി എന്ന് പറയുന്നത് ആരാധനാക്രമമാണ്. അത് പല നമ്പറുകളിൽ മാർപ്പാപ്പ അത് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റെലവൻസ് ഓഫ് ദി ചർച്ച് ആൻഡ് ട്രഡീഷനും മാർപ്പാപ്പ അവിടെ 8ാം പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ മാർപ്പാപ്പ പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ്. സെലിബ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി ആസ് ദ ലോക്കസ് ഓർ ലോക്കസ് ഓഫ് എൻകൗണ്ടറിങ് ജീസസ്. ആരാധന അർപ്പിക്കുന്ന സമൂഹമാണ് ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാനുള്ള ഒരു വേദിയും സമൂഹം തന്നെയാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുക. അതുകൊണ്ടാണ് മാർപ്പാപ്പ തന്നെ അവിടെ വിശദീകരിക്കുന്നത്. നമ്മൾ ജെറുസലേമിൽ പോകാമെന്ന് വിചാരിക്കുക. നമ്മൾ ജെറുസലേമിൽ എത്തപ്പെട്ടു. പക്ഷേ ഈ ജെറുസലേമിൽ എത്തപ്പെട്ടെങ്കിൽ കർത്താവിനെ കാണാനായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്നതിന് മാർപ്പാപ്പ ഉത്തരം നൽകുന്നത്, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. വേറെ ഉള്ള വഴിയെന്ന് പറയുന്നത് സ്ലീഹന്മാരെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. സെഹിയോൻ ശാലയിൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ് കർത്താവിനെ ഇന്ന് കണ്ടുമുട്ടുവാനുള്ള വേദി. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ഫോർ ദ ചർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ഫോർ ദ ഇൻഡിവിജ്വൽ എന്നല്ല, ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ഫോർ ദ ചർച്ച് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സെലിബ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി ഈസ് ദ ട്രൂ പ്ലേസ് ഓഫ് എൻകൗണ്ടറിംഗ് ലോഡ്. ഫോർ പോപ്പ് ഫ്രാൻസിസ്, ദ സെലിബ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി ഈസ് ദ ലോക്കസ് ടു സാറ്റിസ്ഫൈ അവർ ഡിസയർ ടു മീറ്റ് ജീസസ്. അതാണ് ഞാൻ ചെറുതായിട്ട് വിശദീകരിച്ചത്. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഈ എൻകൗണ്ടറിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, വിത്തൗട്ട് റെലഗേറ്റിംഗ് ദ റോൾ ഓഫ് ദ പ്രീസ്റ്റ്. കാർമ്മികനായിരിക്കുന്ന വൈദികൻ്റെ റോളിനെ അവഗണിക്കാതെ ഹോളി ഫാദർ അഫേംസ്
that we shall not forget that who is the subject, the celebrating subject of liturgy, അല്ലെങ്കിൽ ആരാധന പരികർമ്മം ചെയ്യുന്നത് ആരാണ്? പുരോഹിതനുണ്ട്. ഓക്കെ, പുരോഹിതനെ അവഗണിക്കാതെ we have to remember that it is the church who celebrates. അവിടെ വി എന്ന് പറഞ്ഞ് ടോണിയച്ചൻ പറഞ്ഞു, വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നതാണ്, വിശ്വാസികളുടെ സമൂഹമാണ്. So it is the church, the body of Christ, that is celebrating the subject, and not just the priest. The church has അതൊക്കെ. ഇനി മാർപ്പാപ്പ തന്നെ പറയും, ഫെയ്ത്ത് ഈസ് ആൻ എൻകൗണ്ടർ. വിശ്വാസം കണ്ടുമുട്ടലാണ്. കർത്താവിനെ കണ്ടുമുട്ടിയവരുടെയും കർത്താവ് കണ്ടുമുട്ടിയവരുടെയും ചരിത്രമാണ് സുവിശേഷം. അത് തീർത്ഥാടനമാണ്. നമ്മുടെ ഈ വർഷത്തെ തീം തന്നെയാണ്, വി ആർ പിൽഗ്രിം പീപ്പിൾ ഇൻ ഹോപ്പ്. അപ്പോൾ ഫെയ്ത്ത് ഈസ് ആൻ എൻകൗണ്ടർ. ആ കൊട്ടേഷൻ നോക്കിയാൽ 10ാം പാരഗ്രാഫിലെ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ഐദർ ആൻ എൻകൗണ്ടർ വിത്ത് ഹിം അലൈവ് ഓർ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കർത്താവിനെ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ വിശ്വാസമില്ല. അത് ഇനി ആ കണ്ടുമുട്ടുന്ന വേദിയാണേത്? ആരാധനാക്രമമെന്ന് മാർപ്പാപ്പ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അത് പാരഗ്രാഫ് നമ്പറുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡിലേക്ക് പോകാതിരുന്ന ഒരു കാര്യം. വർഷിപ്പ് ഓർ ലിറ്റർജി ഈസ് ഫോർ ദ ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ലിറ്റർജി ഓഫ് ദ വേർഡും ലിറ്റർജി ഓഫ് ദ യൂക്കരിസ്റ്റും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലിറ്റർജി ഓഫ് ദ വേർഡ് ഈസ് ഫോർ എവരിബഡി. ആർക്കും പ്രവേശനമുള്ളതാണ് ലിറ്റർജി ഓഫ് ദ വേർഡ്. കാരണം വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്താണ് വിശ്വാസം ജനിക്കുന്നത്. വചനപ്രഘോഷണത്തിന്, അതായത് നമ്മുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവരാണ് രണ്ടാമത്തെ മേശയിൽ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മേശയിൽ വരിക. പക്ഷേ ഇവിടെ വചനവേദിയും ഒക്കെ നമുക്കിന്ന് വിവാദത്തിൻ്റെ വിഷയങ്ങളാണ്. പക്ഷേ അതിൻ്റെ അർത്ഥവും പൊരുളും ഇതാണ്: വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവർ അപ്പത്തിൻ്റെ മേശയിൽ വരുന്നു. അതുകൊണ്ടാണ് പറയുക, ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ് ഈസ് ഫോർ ദ ഫെയ്ത്ത്ഫുൾ. വിശ്വാസം ഏറ്റുപറഞ്ഞിട്ടാണ് കാർമികൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മദ്ബഹയെ സമീപിക്കുക. നമ്മുടെ കുർബാനയുടെ സ്ട്രക്ചർ എക്സാക്ട്ലി ദ സെയിം. എല്ലാ ലിറ്റർജിയുടെയും സ്ട്രക്ചർ അത് തന്നെയാണ്. പക്ഷേ അതിനെ കൂട്ടിയും കുറച്ചും വെട്ടിക്കളഞ്ഞും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. So this incorporation into the body of Christ is a sine qua non for authentic worship. The condition of possibility. ആരാധനയിൽ പങ്കെടുക്കുന്നതിൻ്റെ വ്യവസ്ഥ എന്താണ്? മാമോദീസയിലൂടെ സഭയുടെ അംഗമാവുക. അതുകൊണ്ടാണ് ദ ഹെഡിങ് വർഷിപ്പ് ഓർ ലിറ്റർജി ഈസ് ഫോർ ദ ഫെയ്ത്ത്ഫുൾ. വിശ്വാസിക്കുള്ളതാ. ആദ്യ ഭാഗം ലിറ്റർജി ഓഫ് ദ വേർഡ് ഈസ് ഓപ്പൺ ഫോർ എനിബഡി. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുർബാന ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിലാണ് പറയുന്നത്. നേരത്തെ ആ ലാംഗ്വേജ് അവിടെ കിടപ്പുണ്ട്. വിശ്വാസി അല്ലാത്തവർ പുറത്തു പോകട്ടെ, നിങ്ങൾ വാതിൽ സൂക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയും, ജീവൻ്റെ അടയാളത്താൽ മുദ്രിതരായവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ആരാധനയിൽ പങ്കുകൊള്ളട്ടെ എന്നാണ് നമ്മുടെ ശുശ്രൂഷ ആഹ്വാനം ചെയ്യുന്നത്. ഈ ജീവൻ്റെ അടയാളത്താൽ മുദ്രിതനായവൻ ആരാണ്? മാമോദീസ സ്വീകരിച്ചവനാണ്. അവനാണ് വിശ്വാസി. അവനുള്ളതാണ് എന്ത്? ആരാധന. Liturgy, what it is not. Liturgy and liturgical celebration are not something to be decided by the majority decision, nor it is something to be achieved by power politics or protest. മാർപ്പാപ്പ ഈ പറഞ്ഞ ഈ രണ്ടാമത്തെ നമ്മുടെ ഇപ്പോഴത്തെ സിനഡിൻ്റെ ഒരു സെഷനിൽ അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ലബോറീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ലിറ്റർജിയും ലിറ്റർജിയുടെ കാര്യങ്ങളും പവർ പൊളിറ്റിക്സിലൂടെയോ പ്രൊട്ടസ്റ്റിലൂടെയോ നേടേണ്ടതല്ല എന്ന് തന്നെ പറയാം. എ സിനഡൽ അസംബ്ലി കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ആസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് അനലോഗസ് ടു എ പാർലമെൻ്ററി സ്ട്രക്ചർ വിത്ത് ഇറ്റ്സ് ഡൈനാമിക്സ് ഓഫ് മജോറിറ്റി ബിൽഡിംഗ്. റാദർ വി ആർ കോൾഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബൈ അനാലജി വിത്ത് ദ ലിറ്റർജിക്കൽ അസംബ്ലി. Ancient tradition tells us that when a synod is celebrated, വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. വെൻ എ സിനഡ് ഈസ് സെലിബ്രേറ്റഡ്, അതിൻ്റെ മഹത്വമാണ് പറയുന്നത്. നമുക്കതൊക്കെ ഇന്ന് എന്തൊക്കെയോ ആയി തീർന്നിരിക്കുന്നു. സോ വെൻ ദ സിനഡ് ഈസ് സെലിബ്രേറ്റഡ്, ഇറ്റ് ബിഗിൻസ് വിത്ത് ആൻ ഇൻവൊക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, കണ്ടിന്യൂസ് വിത്ത് ദ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് അറൈവ്സ് അറ്റ് എ ഷെയർഡ് ഡിറ്റർമിനേഷൻ ടു എൻഷുവർ ഓർ എസ്റ്റാബ്ലിഷ്
എക്ലേസിയൽ കമ്മ്യൂണിയൻ. അതുകൊണ്ട് മജോറിറ്റി ബിൽഡിങ്ങിലോ ഡെമോക്രസിയിലോ തീരുമാനമെടുക്കേണ്ടതല്ല ആരാധനാക്രമവും അതിൻ്റെ സംവിധാനങ്ങളും എന്ന് മാർപ്പാപ്പ ഒരിക്കൽ കൂടി നമ്മളോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദ ബ്യൂട്ടി ഓഫ് ലിറ്റർജി ഈസ് നോട്ട് എക്സ്റ്റീരിയർ. അതിൻ്റെ ബാഹ്യമായിട്ടുള്ളതൊന്നുമല്ല ആരാധനാക്രമം എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ആൻ അമേസ്മെൻറ്റ് ബിഫോർ ദ പാസ്കൽ മിസ്റ്ററി, ദ ട്രമൻഡസ് ആൻഡ് ഫാസിനേറ്റിംഗ് മിസ്റ്ററി. അതാണ് അച്ഛന് വീണ്ടും പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ലിറ്റർജിക്കൽ ആക്ട്. അപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവന് അവൻ്റെ അയോഗ്യതാബോധവും ദൈവത്തിൻ്റെ കരുണയാണ് എന്നെ ഇതിന് യോഗ്യനാക്കിയത് എന്നുള്ള ബോധ്യവും ഇവനെ ഏതാണ്ട് അത്ഭുത പരവശനാക്കണം ആരാധനയിൽ പങ്കെടുക്കുന്നവന്. കാരണം ഈ അത്ഭുത പരവശത അതാണ് ഈ പറഞ്ഞ നമ്മുടെ യേശയ്യായുടെ ദർശനമുണ്ടല്ലോ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരും മധ്യവനെ വസിക്കുന്നവനുമാണ്. ആരാധന, സ്വർഗീയ ഗണത്തിൻ്റെ ആരാധന കണ്ടപ്പോഴാണ് ഈ ആത്മീയ ബോധ്യമുണ്ടാകുന്നതോ അല്ലെങ്കിൽ ആത്മബോധമുണ്ടാകുന്നതോ അവന്. അതാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ലിറ്റർജിക്കൽ ആക്ട്. ഈ പറഞ്ഞ ട്രമൻഡസ് മിസ്റ്ററിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളപ്പോൾ തൻ്റെ അയോഗ്യത, അവിടെ പിതാവാണെന്ന് എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞല്ലോ, നീലിങ് അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻ്റ് പോസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മുട്ടുകുത്തി നിൽക്കുന്ന അവിടെ എനിക്കുണ്ടാകേണ്ട വികാരം എന്താണ്? എൻ്റെ അയോഗ്യതാ ബോധമാണ്. ഞാൻ ആരുടെ മുൻപിലാണ് നിൽക്കുന്നത്? നമുക്കിന്നത് വിവാദമാണ്. ഓക്കെ, സോ rather in the celebration of the Paschal mystery, according to the ritual that the church sets down, സഭ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ആരാധന അർപ്പിക്കേണ്ടത്, എനിക്കിഷ്ടപ്പെട്ട രീതിയിലല്ല. അതിനെക്കുറിച്ചും പിതാവ് സൂചിപ്പിച്ചിരുന്നല്ലോ, നമ്മൾ ഒരു സെഷനിലും കൂടി അത് വരുന്നുണ്ട്. സോ ഐ കണ്ടിന്യൂ. ഫിലോസഫേഴ്സ് ദാറ്റ് എൻഡേഞ്ചർ ദ ബ്യൂട്ടി ഓഫ് ലിറ്റർജി. 2-3 കാര്യങ്ങളെ മാർപ്പാപ്പ പറയുന്നുള്ളൂ. അത് ലിറ്റർജി ഈസ് ആൻ ആൻറ്റിഡോട്ട് ഫോർ ദ പോയിസൺ ഓഫ് സ്പിരിച്വൽ വേൾഡിലിനെസ്. വേൾഡിലിനെസ് എന്നാന്ന് നമുക്കറിയാം, ലൗകായികത്വമാണ്. പക്ഷേ അതിന് അഡ്ജക്റ്റീവ് കൊടുക്കുകയാണ് മാർപ്പാപ്പ ഇവാഞ്ചലി ഗൗതീമിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറയുകയാണ് സ്പിരിച്വൽ വേൾഡിലിനെസ്, ആത്മീയമായിട്ടുള്ള ലൗകായികത്വം നമുക്കുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ചില പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ ആത്മീയ ലൗകായികത്വമാണത്. ആത്മീയതയുടെ പേരിലോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടോ സ്വന്തം കാര്യം നേടാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുക ഇറ്റ് ഈസ് ആൻ ആൻറ്റിഡോട്ട് ഫോർ വാട്ട്? ദ പോയിസൺ ഓഫ് സ്പിരിച്വൽ വേൾഡിലിനെസ്. അവിടെ 2 കാര്യങ്ങൾ മാർപ്പാപ്പ ഹൈലൈറ്റ് ചെയ്യുകയാണ്, നോസ്റ്റിസിസം ആൻഡ് ദ നിയോ പെലാജിയനിസം. രണ്ടും പഴയതാ, പക്ഷേ പുതിയ ആവിഷ്കാരങ്ങളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അത് പാരഗ്രാഫ് 94 നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി, ഡീറ്റെയിൽഡായിട്ട് പോകാൻ പറ്റിയല്ല. ദ ഫസ്റ്റ് നോസ്റ്റിസിസം ഷ്രിങ്സ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇൻടു എ സബ്ജക്റ്റിവിസം. എന്നാ കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മാർപ്പാപ്പ അതിന് നല്ല ക്വാളിഫിക്കേഷൻ കൊടുത്തു. സ്പിരിച്വൽ വേൾഡിലിനെസ്, ദൈവികമായിട്ടുള്ള പരിവേഷം കൊടുത്ത് സ്വന്തം ഇഷ്ടം അവതരിപ്പിക്കുവാനും നേടുവാനും പ്രൊജക്റ്റ് ചെയ്യുവാനും ആഗ്രഹിക്കുന്നിടത്താണ് ഈ പറഞ്ഞ ഗ്നോസിസം നമ്മുടെ മുൻപിൽ വരുന്നത്. രണ്ടാമത്തത് എന്താണ്? ദ സെക്കൻഡ് ക്യാൻസൽസ് ഔട്ട് ദ റോൾ ഓഫ് ഗ്രേസ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് സംതിങ് വാട്ട് ഐ ആം ഡൂയിങ് എന്നൊക്കെയുള്ള ചിന്തയാണ് രണ്ടാമത്തത് നിയോ പെലാജിയനിസം അവതരിപ്പിക്കുന്നത്. നോ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മേഴ്സി ഓഫ് ഗോഡ് and because of the grace of God that we are able to take part in liturgy എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് ഈ പറഞ്ഞ കാര്യം. ഇറ്റ് ഈസ് ദ, നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് പോകുന്നില്ലേ, ഇറ്റ് ഈസ് ആൻ ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്, ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ അവിടെ മാർപ്പാപ്പ പറയുന്നുണ്ട് മെറ്റീരിയലിസം ആൻഡ് സ്പിരിച്വലിസം. മെറ്റീരിയലിസം നിങ്ങൾ നല്ല ശതമാനം ക്ലാസ്സുകളൊക്കെ കൂടുന്നവരാണല്ലോ, എല്ലാം മാറ്ററാണെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. രണ്ടാമത്തത് സ്പിരിച്വലിസമാണ്, അത് എല്ലാം ആത്മീയതയാണ് അല്ലെങ്കിൽ സ്പിരിച്വലാണ്, അത് ഭൗതികമായതിനൊന്നും സ്ഥാനമില്ല എന്ന് പറയും. ഇത് രണ്ടും അപകടകരമാണ്. ഇന്ത്യൻ ഫിലോസഫിയിലും നമുക്ക് അതിനുള്ള ഉദാഹരണമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ചോദ്യം ഉയർത്തേണ്ടത്. മാൻ മസ്റ്റ് ബിക്കം വൺസ് അഗൈൻ കേപ്പബിൾ ഓഫ് സിംബിൾസ്.
അത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ തന്നെ കോണ്ടെക്സ്റ്റ് എടുത്ത് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നുണ്ട്. പഴയ ദൈവശാസ്ത്രജ്ഞൻ ആരാധക പണ്ഡിതൻ റൊമാനോ ഗർദീനി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടുകൂടിയാണ് മാർപ്പാപ്പ പറയുക, ഹ്യൂമൻ ബീയിങ് ഈസ് എ കോമ്പോസിറ്റ് ഓഫ് ബോഡി ആൻഡ് സോൾ. ഇത് രണ്ടും നമുക്ക് അവഗണിക്കാൻ പറ്റിയല്ല, ഇത് രണ്ടും പറ്റിയല്ല. അതുകൊണ്ടാണ് മെറ്റീരിയലിസവും സ്പിരിച്വലിസവും രണ്ടും അപകടകരമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ വാട്ട് ലിറ്റർജി ഈസ്, Pope Francis in Desiderio Desideravi describes, defines, qualifies liturgy in many ways. Liturgy is an anamnesis, ഓർമ്മയാണ്. കുർബാനയുടെ മറ്റൊരു പേര് തന്നെയാണല്ലോ അനംനേസിസ്. എന്തിൻ്റെ ഓർമ്മ? രക്ഷാകര ചരിത്രത്തിൻ്റെ ഓർമ്മ, എൻ്റെയും നിങ്ങളുടെയും രക്ഷ സാധിച്ചതിൻ്റെ ഓർമ്മ. അതുകൊണ്ടാണല്ലോ ആദ്യ ഭാഗത്ത് മാർപ്പാപ്പ പറഞ്ഞത്, ദ ക്രോസ് ആൻഡ് ദ സാക്രിഫൈസ് ഓൺ ദ ക്രോസ് ഈസ് ദ കൾമിനേഷൻ. കുരിശിലെ ബലി അതിൻ്റെ പുനരാവിഷ്കാരമാണ്, റെപ്പറ്റീഷനല്ല. അപ്പോൾ ഇവിടെ മാർപ്പാപ്പയുടെ മറ്റൊരു കൊട്ടേഷൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്, ഇവാഞ്ചലി ഗൗതീമിൽ നിന്ന്, ബിലീവർ ഈസ് എസൻഷ്യലി വൺ ഹു റിമെമ്പേഴ്സ്. വിശ്വാസി ആരാണ്? അടിസ്ഥാനപരമായിട്ട് അവൻ ഓർമ്മിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മിക്കുന്നവനാണ്. അവൻ എന്താണ് ഓർമ്മിക്കുന്നത്? അവൻ രക്ഷയുടെ ചരിത്രമാണ് ഓർമ്മിക്കുന്നത്. അവൻ എന്താണ് ആഘോഷിക്കുന്നത്? രക്ഷാകര ചരിത്രമാണ് ആഘോഷിക്കുന്നത്. അവൻ എന്താണ് പ്രഘോഷിക്കുന്നത്? ഈ രക്ഷാകര ചരിത്രമാണ്. സോ വാട്ട് ഹി സെലിബ്രേറ്റ്, വാട്ട് ഹി റിമെമ്പേഴ്സ്, വാട്ട് ഹി പ്രൊക്ലെയിംസ്, വാട്ട് ഹി ഹാൻഡ് ഓവർ, ഇതെല്ലാം ഒറ്റ രഹസ്യമാണ്. അതുകൊണ്ടാണ് ലിറ്റർജി ഈസ് ആൻ അനംനേസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ആ ലിറ്റർജിക്കൽ ഇയറോ നമ്മളിവിടെ മിസ്റ്റഗോജിക്കൽ കാറ്റഗേസിസ് അല്ലെ ലിറ്റർജിക്കൽ കാറ്റഗിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആരാധനാക്രമ വത്സരത്തിന് അധിഷ്ഠിതമായിട്ടുള്ള പരിശീലനം നൽകണം. കാരണം ഈ ആരാധനാക്രമം നമ്മുടെ കോണ്ടസ്റ്റിൽ പറഞ്ഞാൽ 9 ആരാധനാ വത്സരങ്ങളിലൂടെ ഈ രക്ഷാകര ചരിത്രം എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്, അനുസ്മരിക്കപ്പെടുകയാണ്, ആഘോഷിക്കപ്പെടുകയാണ്. സോ വാട്ട് ഐ ഹാവ് ടു ഡു? സോ ഐ ബിക്കം someone who remembers this mystery, salvific mystery. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുക, വാക്ക് കേട്ടാലോ സെൻറ്റൻസ് കണ്ടാലോ വലിയ കാര്യമുണ്ടെന്ന് തോന്നിയാല, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയാണ് ആ സെൻറ്റൻസ്. ബിലീവർ ഈസ് എസൻഷ്യലി വൺ ഹു റിമെമ്പേഴ്സ് എന്ന് പറയുന്നത്. ലിറ്റർജി ഈസ്, അതാ മാർപ്പാപ്പ അഫേം ചെയ്യുകയാണ്, ഇറ്റ് ഈസ് ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പാരഗ്രാഫ് 21. ദ ലിറ്റർജി ഈസ് ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ പൗരോഹിത്യമാണ് ഏത്? ആരാധന എന്ന് പറയുന്നതോ ആരാധനാക്രമം എന്ന് പറയുന്നതോ. കാരണം പൗരോഹിത്യം സ്ഥാപിച്ച്, അതും പിതാവ് സൂചിപ്പിക്കുകയുണ്ടായിന്ന്, പൗരോഹിത്യം സ്ഥാപിച്ച് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഈ പൗരോഹിത്യം തന്നെ എന്തായിത്തീരുന്നു? ആരാധനയായിട്ട് തീരുകയാണ്. അപ്പോൾ ലിറ്റർജി ബിക്കം ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ് പാരഗ്രാഫ് 21 ഉള്ളത്. നമുക്ക് വീണ്ടും അതിലേക്ക് നിങ്ങൾ തന്നെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുക. സമയത്തിൻ്റെ പരിമിതി. ലിറ്റർജി ഈസ് ദ ലോക്കസ് ഫോർ എൻകൗണ്ടറിങ് ഗോഡ്. അത് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സം ഓഫ് ദ ഫണ്ടമെൻ്റൽ ക്ലെയിംസ്, ചില അടിസ്ഥാനപരമായിട്ടുള്ള ക്ലെയിംസിന് നമ്മൾ എന്നാണ് മലയാളം പറയുക? ചില അവകാശവാദങ്ങൾ ഈ ഡോക്യുമെൻ്റ് നടത്തുന്നുണ്ട്. അതൊന്നാമത്, there is an indispensable need for a serious and vital liturgical formation. വളരെ സീരിയസ് ആയിട്ടുള്ളതും ജീവാത്മകമായിട്ടുള്ളതും, വൈറ്റൽ അവിടെ ജീവാത്മകം എന്നതിലുപരി വളരെ പ്രധാനപ്പെട്ട എന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, വൈറ്റൽ ലിറ്റർജിക്കൽ ഫോർമേഷൻ നൽകേണ്ട ഒരാവശ്യകത ഈ കാലഘട്ടത്തിലുണ്ട് എന്നാണ് മാർപ്പാപ്പ പറയുക. അതാണ് മാർപ്പാപ്പ ഉയർത്തുന്ന വലിയൊരു അവകാശവാദം. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ പോലും പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ ഇത് നൽകിയത് എന്ന് ന്യായമായിട്ടും നമുക്ക് സംശയിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാം. രണ്ടാമതൊരു ക്ലെയിമാണിത്, മോഡേൺ പീപ്പിൾ. അതുകൊണ്ടാണ് ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത്. മോഡേൺ പീപ്പിൾ, not all in all cultures in the same degree and the same form, but they have lost the capacity to engage with the symbolic action. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെക്കുറിച്ച് തന്നെ മാർപ്പാപ്പ ആദ്യം പറഞ്ഞു തുടങ്ങുകയാണ്, നമ്മൾ തന്നെ ഒരു
കോമ്പോസിറ്റ് ബീയിങ് ആണ്. ഏത്? ശരീരവും ആത്മാവും കൂടിച്ചേരുന്ന, അതുപോലും അർത്ഥം മനസ്സിലാക്കാൻ, അതിൻ്റെ പോലും പ്രാധാന്യം മനസ്സിലാക്കാൻ, അതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാത്തിടത്താണ് either we stand for materialism or we stand for spiritualism. No, but both are wrong. രണ്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുക, though people have lost it, not in the same degree and same form, but they have lost to understand the symbolic action, the capacity to engage seriously, which is an essential trait of liturgical act. അത് 27-ാം പാരഗ്രാഫാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്ത് വേണം? There is an indispensable need for a serious and vital liturgical formation. Holy Father asked the fundamental question, how do we recover? How do we recover the capacity to live completely the liturgical action? അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഞാൻ ആ സ്കേമ പറഞ്ഞപ്പോൾ പറഞ്ഞു, we have to move from knowing to being. അറിവിൽ നിന്ന് ആയിരിക്കലിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. മോഡ് ഓഫ് നോയിങ്, ഫ്രം മോഡ് ഓഫ് നോയിങ് ടു മോഡ് ഓഫ് ബീയിങ്. അതാണ് മാർപ്പാപ്പ പറയുക, ഹൗ ഡു വി റിക്കവർ ദ കപ്പാസിറ്റി ടു ലീവ് കംപ്ലീറ്റ്ലി ദ ലിറ്റർജിക്കൽ ആക്ഷൻ. ഞാൻ പരികർമ്മം ചെയ്യുന്ന ആരാധനാക്രമം, അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പരികർമ്മം ചെയ്യുന്നത് എൻ്റെ ജീവിതം തന്നെയാകുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഹൗ ഡു വി റിക്കവർ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ദെൻ ദ പ്രോബ്ലം കണക്റ്റഡ് ടു ലിറ്റർജി ഈസ് പ്രൈമർലി എക്ലേസിയോളജിക്കൽ. ഇന്നത്തെ ചില വാദഗതികളാണല്ലോ, ഇതൊരു റൂബ്രിക്സിൻ്റെ പ്രശ്നമാണ്. നോ, മാർപ്പാപ്പ പറയും ഇത് റൂബ്രിക്സിൻ്റെ പ്രശ്നമല്ല. സഭയിൽ ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് റൂബ്രിക്സിൻ്റെ പ്രശ്നമല്ല, സഭയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിൻ്റെ വൈകല്യമാണ് എന്ന് തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ആൻഡ് പ്രൈമർലി എക്ലേസിയോളജിക്കൽ എന്ന് തന്നെയാണ് പാരഗ്രാഫ് 31 മാർപ്പാപ്പ പറയുന്നുണ്ട്. സാക്രോസാന്തം കൊൺസീലിയം 10 കോട്ട് ചെയ്തിട്ടാണ് മാർപ്പാപ്പ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് he categorically, Holy Father categorically states that to read the contemporary tensions regarding the celebration of liturgy as a simple divergence between different tastes concerning a particular ritual form would be trivial or trivial. അത് ചുമ്മാ ഇത് ലിറ്റർജിക്കൽ റൂബ്രിക്സിനോട് ബന്ധപ്പെട്ടതാണെന്ന് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വളരെ ട്രിവിയലായിട്ട്, അതിനെ എന്താണ് നമ്മൾ പറയുക, വളരെ നിസ്സാരവൽക്കരിക്കുകയായിരിക്കും. ദെൻ മാർപ്പാപ്പ കണ്ടിന്യൂ ചെയ്യുന്നു, ഫോർ ഹിം ദ പ്രോബ്ലമാറ്റിക് ഈസ് ഫോർ ദ ഹോളി ഫാദർ. ദ പ്രോബ്ലമാറ്റിക് ഈസ് പ്രൈമർലി എക്ലേസിയോളജിക്കൽ. ആരാധന എന്താണെന്ന്, സഭ എന്താണെന്ന്, ആരാധനാക്രമത്തിന് സഭയിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയത്തില്ലെങ്കിലാണ് ഇത് റൂബ്രിക്സിൻ്റെ ഭാഗമായിട്ടോ റൂബ്രിക്സ് ആയിട്ടോ നമ്മൾ അവതരിപ്പിക്കുക, ഹൈലൈറ്റ് ചെയ്യുക. അതെൻ്റെ കാര്യം നേടാൻ വേണ്ടിയാണ്. സഭയുടെ കാഴ്ചപ്പാടിൽ ആരാധന അർപ്പിക്കാൻ വേണ്ടിയല്ല, ഇതൊരു റിച്വലാണെന്ന് മാത്രം പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് വീണ്ടും വീണ്ടും നമുക്ക് തോന്നുന്നത് മാർപ്പാപ്പ ഈ ഡോക്യുമെൻ്റ് നമുക്ക് വേണ്ടി കൂടിയാണ് നൽകിയിരിക്കുന്നത്. So there is a dichotomy today. On the one hand, we accept the reform of the Second Vatican Council, and on the other hand, we deny the reforms suggested by Second Vatican Council. അതാണ് മാർപ്പാപ്പ പറയുന്നത്. In the present liturgical crisis, the Holy Father sees a dichotomy between because he does not understand. മാർപ്പാപ്പ അതുകൊണ്ടാണ് ഇത് ഡൈക്കോട്ടമിയാണെന്ന് പറയുന്നത്. How it is possible to say that one recognizes the validity of the council and on the other hand, at the same time, not accept the liturgical reform born out of the same council. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡൈക്കോട്ടമി ഉണ്ട് എന്ന് മാർപ്പാപ്പ പറയുന്നത്. ഈ ഡൈക്കോട്ടമിയെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ തന്നെ ഈ പറഞ്ഞ ഡൈക്കോട്ടമിയോ വിരോധാഭാസമല്ല ഡൈക്കോട്ടമി, ഡിവിഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡബിൾ മുഖം കാണിക്കുന്നതോ
വൈരുദ്ധ്യം തന്നെയാണ് അല്ലേ? അപ്പോൾ അത് ഓവർകം ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി എ പീപ്പിൾ ഓഫ് പെൻഡക്കോസ്റ്റ്. ആ പന്തക്കുസ്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ ഡൈക്കോട്ടമി ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ. സഭയുടെ വിശ്വസ്തരായിട്ടുള്ള പുത്രരായിട്ട് ആരാധന അർപ്പിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ്. only the community of men and women reconciled because pardoned, കർത്താവിൻ്റെ കുരിശനാൽ പാർഡൺ ചെയ്യപ്പെട്ടവർ, alive because he is alive, true because dwelt in by the spirit of truth, can open the cramped space of spiritual individualism. ആത്മീയമായിട്ടുള്ള നമ്മുടെ സ്വാർത്ഥതയിൽ നിറഞ്ഞ ശൈലിയോ ആണ് സ്പിരിച്വൽ ഇൻഡിവിജ്വലിസം എന്ന് മാർപ്പാപ്പ പറയുക. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ പേഴ്സൺസ് ആകണം. ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നാൽ പറ്റിയല്ല, വി ഷുഡ് ബി പേഴ്സൺസ്. ആ പേഴ്സണെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പോയിന്റിൽ. ഹു ഈസ് എ പേഴ്സൺ? someone who is open to a full relationship with God, with the creation and with his brothers and sisters എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ സമഗ്ര വ്യക്തികളാകണമെന്നാണ്. വ്യക്തിയല്ല, നമ്മൾ മലയാളത്തിൽ രണ്ടിനെയും ഇൻഡിവിജ്വലിനെയും പേഴ്സണെയും നമ്മൾ വ്യക്തി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷേ പേഴ്സണ് മാർപ്പാപ്പ ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണ്, ഹു ഈസ് ഓപ്പൺ ടു എ ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ലംബമാനവും തിരശ്ചീലമാനവും ദൈവത്തോടും സഹോദരങ്ങളോടും ബന്ധമുള്ളവനാണ് പേഴ്സൺ. മറ്റവൻ ആരാണ്? ഇൻഡിവിജ്വൽ, കണ്ടൻറ്റ് വിത്ത് വൺ സെൽഫാണ്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിന് നമുക്ക് സമയമില്ല. So why do we say that only a community of Pentecost can overcome the spiritual individualism? Because one, such a community is the people of God who do really believe in the risen Lord. മറ്റൊക്കെ നിങ്ങൾ വായിച്ചോളുക, breaking the bread and so on. Second, a community of Pentecost who have encountered the Lord because new creation in the Holy Spirit. അതാണല്ലോ എമ്മാവൂസ് അനുഭവം, പന്തക്കുസ്ത അനുഭവവും ഉദ്ധാന അനുഭവവും. നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഏറ്റുപറയണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഏറ്റുപറയുക. സോ they become fully human or becomes persons open to a full relation. അത് പറഞ്ഞാണല്ലോ. A community of Pentecost who breaks the bread and hears the word of God undergoes transformation. അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ലിറ്റർജി ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. എന്നെ പരിവർത്തനപ്പെടുത്തുവാനും മാനസാന്തരത്തിന് വിധേയമാക്കുവാനും എല്ലാം സാധിക്കുന്നതാണ് ലിറ്റർജി. സോ വൈ ഡു വി സേ ദാറ്റ് only a community of Pentecost can overcome this spiritual individualism? Because such and such reasons. Then there is an interdependent nature of proclamation, celebration, charitable works. അതാണ് മാർപ്പാപ്പ 37-ാം പാരഗ്രാഫിൽ പറയുക. അതെന്താണ്? പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവരാണ് അപ്പത്തിൻ്റെ മേശയിൽ വരുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ യു സീ ദാറ്റ് ദ റിലേഷൻഷിപ്പ്, പ്രൊക്ലമേഷൻ ഓൺ ദ ബേമ, വചനപീഠത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് വിശ്വാസമാകുന്ന മറുപടി നൽകുന്നവർ സെലിബ്രേറ്റ്. ദേ കം ടുഗദർ ടു സെലിബ്രേറ്റ് ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ്. മൂന്നാമത് നമ്മൾ ഈ പ്രഘോഷണവും ഈ സെലിബ്രേഷനും കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്നത്, അവസാനത്തെ സ്വർഗസ്ഥനായ പിതാവേയും ചൊല്ലിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ പ്രഘോഷണത്തിന്, ഈ ചാരിറ്റബിൾ ആക്റ്റിനാണ്. അതാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിച്ചിട്ടാണ് പുറത്തോട്ട് പോവുക. അപ്പോൾ ഈ അനുസ്മരിച്ചതും ആഘോഷിച്ചതുമെല്ലാം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി കൂടി പിതാവിനോട് പ്രാർത്ഥിച്ചാണ് അവസാനത്തെ സ്വർഗസ്ഥന പിതാവെ നമ്മൾ ചെല്ലുന്നത്. അതൊക്കെ അറിയത്തില്ലെങ്കിൽ അത് ഓക്കെ, സമയം തീർന്നു, നമുക്ക് നിർത്താം, അത് കട്ട് ചെയ്തേക്കാം. നോ, ഓരോന്നിനും അർത്ഥവും പൊരുളുമുണ്ട്. അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും, അത് ചെയ്യുന്ന പരികർമ്മം ചെയ്യുന്ന രീതികൾ മാത്രമല്ല, ചൊല്ലുന്ന പ്രാർത്ഥനയും അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നമ്മളെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എ ബിലീവർ ഈസ് വൺ ഹൂ റിമെമ്പേഴ്സ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പായും നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. സോ ദർ ഈസ് എ ഇന്റർഡിപെൻഡന്റ് നേച്ചർ ഓഫ് ദിസ് പ്രൊക്ലമേഷൻ, സെലിബ്രേഷൻ ആൻഡ് ചാരിറ്റി. നമ്മുടെ സഭയുടെ അടിസ്ഥാന ദൗത്യങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്താണ്? കെരിഗ്മ, ലൈത്തൂർഗിയ, ഡിയക്കോണിയ. ദാറ്റ് ഈസ് ഇറ്റ്. പ്രൊക്ലമേഷൻ, സെലിബ്രേഷൻ, ചാരിറ്റി.
സമയം എത്ര മിനിറ്റ് ഉണ്ട്? There is no aspect of ecclesial life that does not find its summit and its source in liturgy. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളോട് പറഞ്ഞതും നമ്മൾ കേട്ട് തഴമ്പിച്ചതുമായ ഒരു കാര്യമാണ് മാർപ്പാപ്പ ഹൈലൈറ്റ് ചെയ്യുന്നു. ലിറ്റർജി സെലിബ്രേഷൻ ഓഫ് ദ മെമ്മറി, അതിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഐ ഡോണ്ട് റിപ്പീറ്റ്. ലിറ്റർജി ആസ് ദ ഫസ്റ്റ് വെൽ സ്പ്രിങ് ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. എല്ലാവിധ ക്രിസ്തീയ ആധ്യാത്മികതയുടെയും ഉറവിടം, വെൽ സ്പ്രിങ്, സോഴ്സ്, അത് ആരാധനാക്രമമാണ്. 61-ാം പാരഗ്രാഫ് അത് കൗൺസിലിനെ കൂടി കോട്ട് ചെയ്താണ് മാർപ്പാപ്പ പറയുന്നത്. ദ മോഡ് ഓഫ് ബീയിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മോഡ് ഓഫ് ഡൂയിങ്. നമ്മൾ അറിയുന്നതിൽ നിന്നും ആചരിക്കുന്നതിലേക്ക്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഭാരതീയ പാരമ്പര്യം എന്താണ്? അറിയുക, അറിയുന്നത് ആചരിക്കുക, ആചരിക്കുന്നത് കൈമാറുക എന്നുള്ളതാണ് ഭാരതീയ പാരമ്പര്യം. സോ ഫ്രം ദ മോഡ് ഓഫ് നോയിങ് ടു ബീയിങ്, അറിയുന്നത് ആചരിക്കണം. അതാണ് ദ സെലിബ്രേഷൻ ഇറ്റ്സെൽഫ് ഈസ് ഫോർമേറ്റീവ് എന്ന് മാർപ്പാപ്പ പറയുന്നത്. സെലിബ്രേഷൻ ഫോർ ലിറ്റർജി ആൻഡ് ഫോർമേഷൻ ഫോർ ലിറ്റർജി ആൻഡ് ഫോർമേഷൻ ബൈ ലിറ്റർജി. അതുകൊണ്ട് ഞാൻ പരികർമ്മം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അത് ജീവിത പരിവർത്തനത്തിലേക്കും ജീവിതത്തിലേക്ക് തന്നെയും ജീവിതമായിട്ടും തന്നെ ട്രാൻസ്ഫോം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് പറയുക. ടു നോ ഈസ് ടു ബി ഈസ് റെലവൻറ്റ് നോട്ട് ഓൺലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലിറ്റർജി ബട്ട് ഓൾസോ ദ വെരി ബീയിങ് ഓഫ് പ്രീസ്റ്റ്. നോ ഹിസ് റോൾ ആൻഡ് ഡ്യൂട്ടീസ് ഡസ് മീൻ ദാറ്റ് ടു ബി സോ. പ്രീസ്റ്റ് എ പ്രസൻസ് ഓഫ് ദ റിസൺ ലോഡ്. നമ്മളല്ലേ വൈദികരെ അങ്ങനെയൊക്കെ അല്ലേ? സോ ആൾട്ടർ ക്രിസ്തുസ്, പഴയ കാര്യങ്ങൾ തന്നെ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇറ്റ് റിക്വയേഴ്സ് ആപ്ലിക്കേഷൻ ഓൺ ദ പാർട്ട് ഓഫ് പ്രീസ്റ്റ് and assiduous tending to the fire of the love of the Lord that he came to ignite on the earth. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാതെ, കർത്താവിൻ്റെ സ്നേഹം നമ്മൾ സ്വന്തമാക്കാതെ ജനത്തിനു വേണ്ടിയും ജനത്തോടൊപ്പവും ആയിരിക്കുവാൻ പുരോഹിതന് സാധ്യമല്ല. So we have seen some of the claims, questions, problems and challenges that the document bring to the floor. Now what is next? ഇനി എന്താ ചെയ്യേണ്ടത്? Now we have to move. There is a need, or the need of the hour is a serious liturgical formation which has two dimensions. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫോർമേഷൻ ഫോർ ദ ലിറ്റർജി. ലിറ്റർജിക്കൽ പരിശീലനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, ലിറ്റർജിയിൽ നിന്നും പരിശീലനം ലഭിക്കേണ്ടതുണ്ട്. സോ ഫോർമേഷൻ ഫോർ ദ ലിറ്റർജി ആൻഡ് ഫോർമേഷൻ ബൈ ദ ലിറ്റർജി. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയല. പാരഗ്രാഫ് 34-35 ഒക്കെ നോക്കണം, വായിക്കണം. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട് ഡോക്യുമെൻ്റ് നമുക്കിപ്പോൾ. ഫോർമേഷൻ ബൈ ദ ലിറ്റർജി. അവിടെ മാർപ്പാപ്പ ലിറ്റർജി ഇൻ സെമിനാരി, അവിടെ നമ്മുടെ ടോണിയച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ലിറ്റർജി ഇൻ സെമിനാരീസ് must take account of the extraordinary capacity that the actual celebration has in itself to offer an organic and unified vision of the theological knowledge. Every discipline of theology, each from its own perspective, must show its own intimate connection with the liturgy. സെമിനാരികളിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അവയ്ക്കെല്ലാം ആരാധനാക്രമത്തോടുള്ള ബന്ധം ഹൈലൈറ്റ് ചെയ്യണം. ആരാധനാക്രമത്തിലേക്കാണ് നമ്മളെല്ലാം നയിക്കേണ്ടത് എന്നാണ് അതിലൂടെ പറയാതെ പറയുന്നതും. അപ്പോൾ എല്ലാത്തിനും ആരാധനാക്രമത്തോടെ, അത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. സാക്രോസാന്തും കൊൺസീലിയം 16. The more fundamental question is, two issues that are സമയത്രേ ഉണ്ട്, ഏതാനും മിനിറ്റ് ഉണ്ടല്ലേ. Two issues that are setback to true ecclesial life and liturgical living. Non-acceptance of the liturgical reform. അവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ ലിറ്റർജിക്കൽ മൂവ്മെൻറ്റുകൾ, കൗൺസിലിന് മുൻപ് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ. സോ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ദ ലിറ്റർജിക്കൽ റീഫോം ആൻഡ് എ സൂപ്പർഫിഷ്യൽ, അതാണ് നേരത്തെ ഉപയോഗിച്ച ലാംഗ്വേജ്, ട്രിവിയൽ സൂപ്പർഫിഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെയിം. നമ്മൾ ഇത് രണ്ടും അപകടകരമാണ്. അതുകൊണ്ട് എന്ത് വേണം? ഹൗ ക്യാൻ വി ഗ്രോ ഇൻ അവർ കപ്പാസിറ്റി ടു ലീവ് in full the liturgical action? Therefore, what is necessary? A serious and dynamic liturgical formation is necessary. നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടണമെങ്കിൽ വിശ്വാസി സമൂഹം സത്യമറിയണം, ആരാധന എന്താണെന്നറിയണം,
ആരാധന പരികർമ്മം ചെയ്യപ്പെടുന്നതിൻ്റെ സവിശേഷതകൾ അറിയാതെ ജനത്തെ സത്യമറിയിക്കാതെ ഇന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണ്, നമ്മൾ ചെക്കോസ്ലവാക്യയുടെ പ്രസിഡൻ്റായിരുന്ന വാക്ലേവ് ഹാവൽ പറഞ്ഞതാണ്, നുണകളിൽ ജീവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പരിഹാരം എന്താണുള്ളത്? നമ്മൾ നേരിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈ നേര് എന്താണെന്ന് ജനത്തെ അറിയിക്കാതെ, ആരാധനാക്രമം പരികർമ്മം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജനത്തോട് പറയാതെ നമ്മുടെ ഇന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ജനത്തോട് പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇതാണ് ശരിയെന്നും ഇതാണ് ചെയ്യേണ്ട രീതിയെന്നും നമ്മൾ കബളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നുണ പ്രചരിപ്പിക്കുന്നിടത്തോളം കാലം സത്യമറിയാത്ത ജനം അതിനുവേണ്ടി നിലകൊള്ളും. അതുകൊണ്ട് സത്യം പറയാനുള്ള ദൗത്യമാണ് നമുക്കുള്ളത്. ആ സത്യം പറയാനുള്ള മാർഗമാണേത്? എ സീരിയസ് ആൻഡ് ഡൈനാമിക് ലിറ്റർജിക്കൽ ഫോർമേഷൻ. 4 മിനിറ്റ് കൂടെ ഉണ്ട്. താങ്ക് യു. So the relevance of the experiential dimension, knowing how the Holy Spirit acts in liturgy. അതുകൊണ്ടാണ് ഇന്നത്തെ സ്പിരിച്വൽ ഇൻഡിവിജ്വലിസത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ വേൾഡ്ലിനെസ്സിനൊക്കെ പരിഹാരം എ കമ്മ്യൂണിറ്റി ഓഫ് ദ പെൻഡക്കോസ്റ്റ് എന്ന് പറഞ്ഞത്. ആത്മാവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാർപ്പാപ്പ പറയുന്നത് പാരഗ്രാഫ് നമ്പറില്ലേ, നമ്പർ 26. അവിടെ മാർപ്പാപ്പ വീണ്ടും പറയുന്നുണ്ട് ഒരു കാര്യം. സോ അത് ഐ റീഡ് ദാറ്റ് ദ ആർട്ട് ഓഫ് സെലിബ്രേറ്റിംഗ്, അത് അച്ഛൻ നേരത്തെ ഹൈലൈറ്റ് ചെയ്യും, മസ്റ്റ് ബി ഇൻ ഹാർമണി വിത്ത് ദ ആക്ഷൻ ഓഫ് ദ സ്പിരിറ്റ്. എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല, സഭ പറയുന്നതിനും ആത്മാവ് നമ്മളോട് പറയുന്നതിനും അനുസരിച്ചാണ്. ഓൺലി ഇൻ ദിസ് വേ വിൽ ഇറ്റ് ബി ഫ്രീ ഫ്രം ദ സബ്ജക്റ്റിവിസം that are the fruit of individual taste dominating. Only in this way will it be free from the invasion of cultural elements. നമ്മൾ ഇൻകൾച്ചറേഷൻ പറയും. ഇൻകൾച്ചറേഷൻ ഈസ് വെൽ ആൻഡ് ഗുഡ്. നമ്മുടെ പാരമ്പര്യത്തിൽ ധാരാളം ഇൻകൾച്ചറേഷനൊക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊക്കെ പറയാൻ നമ്മുടെ അഭിമന്യ പിതാവിനും മറ്റും സാധിക്കും. പക്ഷേ അവിടെ മാർപ്പാപ്പ ഈ ഡോക്യുമെൻ്റ് അല്ല, മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ആ ഡോക്യുമെൻ്റ് പേര് മറന്നുപോയി, പാരഗ്രാഫ് 51. But it is inculturation is not at the cost of identity എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്യുമെൻ്റ് പേര് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പം പറയാം, ഇപ്പം വരുന്നില്ല മനസ്സിൽ. സോ ഈ വണ്ടർ ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ലിറ്റർജിക്കൽ ആക്ട്. അത് അച്ഛൻ ലോനപ്പനച്ഛൻ പറയേണ്ടതാണ്. ഓൺ ഗോയിങ് ഫോർമേഷനെ കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, പൗത്തിൽ പിതാവിന് നേതൃത്വം നൽകിയതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ടോണി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡോക്യുമെൻറ്റിൽ 38ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ ഓൺ ഗോയിങ് ഫോർമേഷനെ കുറിച്ച് പറയുന്നു, ഓറിയന്താലെ ലൂമൻ. അപ്പോൾ ഇത് ഇനി നമ്മൾ സമയം ആകുന്നു, നമ്മൾ ഹൗ വി നീഡ് ടു മൂവ് ഫ്രം നോയിങ് ടു ബീയിങ് എന്നുള്ളതാണ് ഏതാനും പോയിൻറ്റ്സ്. പക്ഷേ എല്ലാം തീരെയല്ല. ഇതിൽ ആണ് ഈ ചോദ്യം, ഫണ്ടമെൻ്റൽ ചോദ്യം. ഹൗ ഡു വി റിക്കവർ? അത് റെപ്പറ്റീഷനാണ്. സ്റ്റിൽ വി ആസ്ക്, മാർപ്പാപ്പ ആസ്ക്, how do we recover the capacity to live completely the liturgical action? How can we become once again capable of symbols? അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആഘോഷിക്കപ്പെടുന്ന, അനുസ്മരിക്കപ്പെടുന്ന, പരികർമ്മം ചെയ്യപ്പെടുന്ന ആരാധനയുടെ പൊരുൾ മനസ്സിലാക്കാൻ എനിക്കെങ്ങനെ സാധിക്കും എന്ന് നമ്മൾ സ്വയം ചോദിക്കണം, കൂട്ടമായിട്ട് ചോദിക്കണം, ജനത്തെ കൊണ്ട് ചോദിപ്പിക്കണം. അതിനുത്തരം നമ്മൾ നൽകുകയും വേണം. How can we again know how to read them and be able to leave them എന്നുള്ളതാണ് പാരഗ്രാഫ് 27 45. To know is only the first step. അറിയുക എന്ന് പറയുന്നത് ആദ്യ തലമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭാരതീയ പാരമ്പര്യവും പറഞ്ഞത്, അറിയുക, അറിയുന്നത് ആചരിക്കുക, ആചരിക്കുന്നത് കൈമാറുക. പാരഗ്രാഫ് 36 വായിച്ചോളുക പിന്നീട്. മിസ്റ്ററി സെലിബ്രേറ്റഡ് സർപ്പാസസ് ഹ്യൂമൻ കപ്പാസിറ്റി. അത് ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. മിസ്റ്ററി, ഗിഫ്റ്റ്, മിസ്റ്ററി ആൻഡ് ഡിവൈൻ മേഴ്സി, ദ ഇൻ്റർപ്ലേ പറഞ്ഞു. അത് തന്നെയാണ് പാരഗ്രാഫ് 40 മാർപ്പാപ്പ പറയുന്നത്. അക്കാഡമിക് നോളജ് ക്യാൻ റിസൾട്ട് ഇൻ എ സോർട്ട് ഓഫ് റാഷണലിസം. അതുകൊണ്ട് അക്കാഡമിക് നോളജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. വി ഹാവ് ടു മൂവ്. അതുകൊണ്ട് ഇപ്പോൾ ഫ്രാൻസിസ്, തിയോളജിക്കൽ ഫോർമേഷൻ ഓഫ് ലിറ്റർജി ഷുഡ് ഹെൽപ്പ് ഈച്ച് വൺ ഇൻ അക്കോർഡൻസ് വിത്ത് ഹിസ് ഓർ ഹെർ ഒക്കേഷൻ to realize the formative action of the liturgy.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻ്റലക്ച്വൽ നോളജ് പ്രയറിലേക്ക് മാറണം, അല്ലെങ്കിൽ അറിഞ്ഞത് പ്രാർത്ഥനയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടണം. വാട്ട് ഈസ് നെസസറി ഈസ് റിയൽ എക്സിസ്റ്റൻഷ്യൽ എൻഗേജ്മെൻറ്റ് വിത്ത് ദ പേഴ്സൺ ഓഫ് ജീസസ്. അതുകൊണ്ടാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത് എൻകൗണ്ടർ ഓഫ് ജീസസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് മാർപ്പാപ്പ ഓൾറെഡി പറഞ്ഞത് നമ്മളോട്. അതുകൊണ്ടാണ് റിയൽ എക്സിസ്റ്റൻഷ്യൽ എൻഗേജ്മെൻറ്റ് വിത്ത് ദ പേഴ്സൺ ഓഫ് ജീസസ്. ഫെയ്ത്ത് ഈസ് നോട്ട് ഇൻ്റലക്ച്വൽ നോളജ് ബട്ട് എൻകൗണ്ടർ വിത്ത് എ പേഴ്സൺ. ലിറ്റർജി ഈസ് നോട്ട് അബൌട്ട് നോളജ് ആൻഡ് ഇറ്റ് സ്കോപ്പ് ഈസ് നോട്ട് പ്രൈമറിലി പെഡഗോജിക്കൽ. കൺഫർമേഷൻ ടു ക്രൈസ്റ്റ് ആണ് പാരഗ്രാഫ് 41. കർത്താവായിട്ട് രൂപാന്തരപ്പെടുകയാണ്. യു നോട്ട് ഓൺലി ഇമിറ്റേറ്റ് ക്രൈസ്റ്റ് ബട്ട് യു ഹാവ് ബിക്കം ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. ദി ഇമ്പരേറ്റീവ് ഈസ് ടു ബിക്കം ദാറ്റ് വിച്ച് വി ഈറ്റ്. അതെല്ലാം പാരഗ്രാഫ് നോക്കിക്കോണം. അവർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഹാസ് നോ അതർ എൻഡ് ദാൻ ടു മേക്ക് us ബിക്കം ദാറ്റ് വിച്ച് വി ഈറ്റ്. അതിൻ്റെ മറ്റ് പാരഗ്രാഫുകളൊക്കെ 41. So the encounter again is not a mental adhesion to his thought or agreeing to a code of conduct imposed by him. No, it is transformation because it is a real participation in the Paschal mystery. പിന്നെ കൊട്ടേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ പോയി നമ്മൾ പറയുകയാണ്, മാർപ്പാപ്പ പറയുകയാണ്, ഇത് കൊട്ടേഷനാണ്, വേൾഡ് ഫേമസ് കൊട്ടേഷനാണ്. അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വിൽ ഡു, ഇമിറ്റേറ്റ് വാട്ട് യു വിൽ സെലിബ്രേറ്റ് and conform your life to the mystery of the Lord's cross. And finally, finally there is a missionary imperative. 2 minute undo, 1 minute. There is a missionary imperative. 2 point ullu ipo thirthak. There are 3 types of people today. Vaikalo, those who have not received invitation. കുഞ്ഞാടിൻ്റെ ബലിയിലേക്ക് ഉള്ള ഇൻവിറ്റേഷൻ സ്വീകരിക്കാത്തവർ ഇനിയുമുണ്ട്. It is already given, but some have not received it. Why? Those who have forgotten about this invitation, and finally those who have lost this invitation. ഈ 3 ഗ്രൂപ്പും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് we cannot but proclaim. അതാണ് മിഷണറി ഇമ്പരേറ്റീവ്. അത് അടുത്ത നമ്പറിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്. ഇത് ഇവാഞ്ചലിക് ഗൗതീമിൽ നിന്ന് മാർപ്പാപ്പ കോട്ട് ചെയ്യുകയാണ്. I dream of a missionary option, that is a missionary impulse capable of transforming everything. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, സഭയുടെ എല്ലാ സംവിധാനങ്ങളും മാറ്റുന്നു, പരിവർത്തനപ്പെടുന്നു. So that the church's customs, ways of doing things, times and schedules, language and structures can be suitably channeled for the evangelization of today's world rather than for her self-preservation. സ്വന്തം രക്ഷയ്ക്കോ സ്വയം സുരക്ഷിതത്വമോ അല്ല, സഭയുടെ എല്ലാ സംവിധാനങ്ങളും സഭാമക്കളുടെ എല്ലാ സാധ്യതകളും എന്തിനു വേണ്ടി? പ്രഘോഷണത്തിന് വേണ്ടി. അത് തന്നെ മാർപ്പാപ്പ പറയും. അത് പിന്നെ വായിച്ചാൽ മതി. മാർപ്പാപ്പ പറയുന്നുണ്ട്, എ സെലിബ്രേഷൻ ദാറ്റ് ഡസ് നോട്ട് ടേക്ക് us to the proclamation, evangelization is no celebration at all. നമ്മുടെ ആരാധനയും ആരാധനാക്രമവും ആരാധനയുടെ പരികർമ്മവും നമ്മളെ സുവിശേഷവൽക്കരണത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ട്രൂ ലിറ്റർജി എന്ന് തന്നെയുമാണ് മാർപ്പാപ്പ പറയുന്നത്.